പെയിന്റ് ഒന്നുമില്ല, ചുമ്മാ വെള്ളത്തിൽ മുക്കി അടിക്കുന്നതാണ്. ചുമ്മാ വെള്ളത്തിൽ മുക്കി അങ്ങ് അടിക്കുകയാണല്ലേ അവര്. വാവ എന്താണ് കഴിക്കുന്നതെന്നൊന്ന് കാണിക്കാവോ? വാവ കഴിക്കുന്ന ഈശോയോട് പ്രാർത്ഥിക്കേ. ഈശോയെ ചിക്കൻ അല്ല വാവ, തീ ഇല്ലേ ഇതില്? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. വാവക്കുട്ടൻ ബാക്കിലുണ്ട്, കണ്ടോ? കാണുന്നുണ്ട്. വണ്ടി കേറി കഴിഞ്ഞ് ഇപ്പൊ പാട്ട് 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 എന്നാണ്. എന്നിട്ട് ഈ പാട്ട് കേട്ട് കേട്ട് വയ്യ. ഈ പാട്ട് ഇട്ടില്ലെങ്കിൽ ഇപ്പൊ ഭയങ്കര സീനാണ് അവിടെ. അപ്പൊ ഇന്ന് കൊറേ നാളായിട്ട് ഞാൻ പറഞ്ഞ് അവസാനം കൊണ്ടുപോകാൻ നേരിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്. എവിടെയാന്ന് വെച്ചാൽ നമ്മുടെ ബഹ്റൈനില് ആലി പോട്രി ഉണ്ട്. നമ്മുടെ ഈ എന്താ പറയണോ, മൺപാത്രമോ ക്ലേ വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അവിടെ പോവാൻ വേണ്ടിയിട്ട്. സോ അപ്പൊ ഇന്ന് നമുക്ക് ഇങ്ങനെ ഒരു സമയം ഒത്തു വന്നിരിക്കുകയാണ് പോകാൻ, അല്ലേ? വ്യാഴാഴ്ച ശരിയാണ്. എനിക്ക് വേറെ ഓഫ് ഇല്ല. എനിക്ക് ഓഫ് ഉള്ളപ്പോഴല്ലേ പോവാൻ പറ്റുള്ളൂ. ഇന്നലെ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോയില്ല. ഹായ് പറയൂ വാവേ. ഹായ് ഹായ് ഗൈസ്. ഇപ്പൊ എന്തായാലും നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അവിടെ 6 മണിയാകുമ്പോ ക്ലോസ് ചെയ്യും. ഇവിടെ ഇപ്പൊ എത്ര മണിയായി? 4:30 കുറച്ച് സമയം നമുക്കൊന്ന് പോയി എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വരാം. ഓക്കെ ആണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം കൂടി നമുക്ക് പോവാം. ഓപ്പൺ ആൻഡ് ഷട്ട്. പാട് വാവേ. അയ്യോ വാവ ഉറങ്ങി. വാവേ എണീക്ക് വാവേ. രാവിലെ ഉറങ്ങിയില്ല. കാറ് കയറി എനിക്ക് മനസ്സിലായി, എനിക്കറിയായിരുന്നു അവൾ ഉറങ്ങുന്നു. ഇല്ല, നമ്മൾ അവിടെ ചെല്ലുമ്പം എണീക്കുമായിരിക്കും. ഓ ചിലപ്പോ എല്ലാം കാണുമ്പോഴത്തേനും വാവ ഓക്കെ ആയിരിക്കും. ഐ വാണ്ട് ഹെർ ടു പ്ലേ വിത്ത് ഓൾ ദീസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാവ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. ചെടിയിലൊക്കെ കളിക്കട്ടെ കുറച്ച്. ഇനി എത്ര നേരമുണ്ട്? ലൈക്ക് ഒരു 5 മിനിറ്റ്സ് ഉള്ളെന്ന് തോന്നുന്നു, അല്ലേ? 5 മിനിറ്റ്സിൽ നമ്മളിപ്പോ എത്തും ഗൈസ്. ആലിയിലാണ്, ആലി ഗൈസ്. നമ്മുടെ സ്ഥലം എത്തേക്കുവാണ്. ഇവിടെ നിന്ന് വീണ്ടും അങ്ങോട്ടേക്ക് കാണിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്ന് പോകുകയാണ്. ഉറങ്ങും. അയ്യോ തല. നമ്മളെത്തിയല്ലോ. കരയുണ്ട്. നമ്മുടെ പോട്രി എടുത്തേക്കാണ് വാവൂട്ടർ എണീറ്റിട്ടുണ്ട്. വാവ ഓണായപ്പോ തന്നെ അപ്പൊ തന്നെ ചാർജ് ആയിട്ടാ. ഇവിടെ ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ. കുട്ടി സാധനം. ഒത്തിരി സാധനങ്ങളുണ്ട്. ഇവിടെ നമുക്ക് ചെയ്യാനും കൂടെ പറ്റും. ഇത് കൊള്ളാം അല്ലേ? ദിസ് ഈസ് നൈസ്. നമുക്കിത് ചെയ്യണ്ടേ വാവേ? ഞാൻ ഇത്രയും വർഷമായിട്ട് ഞാൻ ഇവിടെ വന്നിട്ടില്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ഒരു എന്തോ പോലെ. ചായ കുടിക്കാം. ഉറങ്ങിക്കിടന്ന ആള് ഓക്കെ പുറത്താണെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ആ വേണ്ടി ചാടി എണീച്ചു. ഇവിടെ എനിക്ക് നമ്മളിവിടെ പൈസ അടയ്ക്കണം തോന്നുന്നു കേട്ടോ. നമ്മളിത് ചെയ്യണമെങ്കിൽ നമ്മൾ പൈസ പേ ചെയ്യേണ്ടി വരും. അയ്യോ ഭാവി ഇറക്കി വിടാൻ പറ്റില്ല. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എല്ലാം പൊട്ടുന്ന സാധനം. കുറെ കളേഴ്സ് ഒക്കെ ഇട്ടിരിപ്പുണ്ടോ?
ചെയ്തിട്ട് പെയിന്റ് ചെയ്യാനുള്ള സാധനങ്ങളായിരിക്കും അല്ലേ? ഇതൊക്കെ എന്തുവാണെന്ന് എനിക്കും അറിയത്തില്ല. ക്ലേ മേടിക്കാൻ പറ്റുമോ? ക്ലേ ഉണ്ട്, അത് മേടിക്കാം. ഇതൊക്കെ മേടിക്കാൻ പറ്റും. നമുക്ക് ഈ ചായ കപ്പിൽ ചായ കുടിച്ചാൽ നമുക്ക് ഓറഞ്ചിൽ പോയിട്ട് ഇതിൽ ചാരാൻ പറയാം. നമുക്കിനി ഇടയ്ക്കിടയ്ക്ക് വന്നാലും ഇവിടെ നമുക്കിവിടെ ചെന്ന് ആ ക്ലേ ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് 4 ദിനാസാണ്. അപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞു പൈസ പേ ചെയ്താൽ മതി. അത് നമ്മൾ ഈ ഉണ്ടാക്കുന്ന സാധനം ഒരാഴ്ച വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് അത് ക്ലേ ആണ്. അടിക്ക് വെച്ചിരിക്കുക എല്ലായിടത്തും ഫുള്ളും കേക്കുവാണ്. നമുക്ക് എനിക്കറിയത്തില്ല എവിടെ നിന്നാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഇവിടെ നിന്നാണോ. ഈ ചെളിയെല്ലാം കൂടി കൊണ്ട് എന്റെ വണ്ടിക്കകത്ത് കയറി പോയിരുന്നു, മനസ്സിലായ? കഴുകാനുള്ള സെറ്റപ്പ് കൂടെ കഴുകാനുള്ള സെറ്റപ്പ് അയ്യോ ഇത് കണ്ടോ ഇവിടെ ആരും വന്നു ധാരാളം ഉണ്ടാക്കിയിട്ട് പൊട്ടിച്ചോളാം. പൊട്ടുക ഡാമേജ് ഒന്നിനെ പോലെ ഇവിടെ ആരും വന്നിട്ട് ഡാമേജ് ഇല്ലാതെയാക്കിയതായിരുന്നു തോന്നുന്നു. Anything like oh, this is too hard. Yeah, hard work. ഇങ്ങനെ പ്രസ് ചെയ്യണം കേട്ടോ. ഇത് എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ആ ഒരു ഷേപ്പ് ആക്കിയിട്ട് തരും. Water, itne. सभी डिजाइन जो चीरी सभी दाखल सभी प्लस सभी प्लस Oh. center only. Just center only. Okay. പൊന്നു ഉണ്ടാക്കുന്നതെല്ലാം ചരിഞ്ഞ് വളഞ്ഞാണല്ലോ പൊന്നു വരുന്നത്. അമ്മ ഉണ്ടാക്കുന്നതെല്ലാം വളഞ്ഞാണല്ലോ വരുന്നത്. ഇല്ല താഴെ ഇറങ്ങണം താഴെ ഇറങ്ങിയ പൊടി അഴുക്ക. After what? Oh, you have to keep This press system only clay up. It's so nice, Bobby. എന്താ വളഞ്ഞ് പാമ്പോലും ഇരിക്കുന്നത്? അതിങ്ങനെ ആകുമ്പോ ഇതാവും. All? Yeah, all this. Okay, after what? ഇതുപോലത്തെ ഒരു സാധനം എനിക്ക് വീട്ടിൽ മേടിച്ചത്. Okay, one hand this side, one this side. This only to finger, this press. Okay, this side clay up. നല്ല രസമുണ്ട്. Yes, Bobby. Water. നമ്മളിങ്ങനെ വെള്ളം One വെച്ചിട്ട് finger this side, this press down. Okay. Here? Yeah, here only. Okay. This press down. അതിന്റെ ഷേപ്പ് മാറുന്നുണ്ടോ പെട്ടെന്ന്? This Samsung. Okay. Look here. All. How ക്യാറ്റ് അവിടെ ക്യാറ്റ് മ്യാവ് മ്യാവ് This one up, one down. മ്യാവ് മ്യാവ്. This one. വെള്ളത്തിൽ മുക്ക് ഇവിടെ വെള്ളത്തിൽ മുക്ക്. വെള്ളത്തിമുക്ക്. ഭാവി പേടിയോ? വേണ്ട. ഇങ്ങനെ കഴുകി. അപ്പോഴേക്കും ഒരാൾ ഉടുപ്പിലെല്ലാം അഴുക്കാക്കി. എവിടെ പോന്നു? ഉടുപ്പെല്ലാം അഴുക്കാക്കിയല്ലേ പാപ്പം.
നോ 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 ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. അവിടെ കാറ്റില്ല. മിയ എവിടെ അവിടെ ഇരിക്കുന്നു. ബാ അവിടെ മിയ അവിടെ പോ. അങ്ങോട്ട് പോ. ബാ 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 ബാ. മിയ അവിടെ ഉണ്ട്. ബാ വാ വാവേ. അവിടെ 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 അവിടെ. മിയ അവിടെ. ബാ നോക്കാം. വാ എവിടെ എന്താണ് ഉണ്ടാക്കിയ സാധനം? എന്താ വളർന്നിരിക്കുന്നു. ഗൈസ് ഇതാണ് വൈഫ് ഉണ്ടാക്കിയ സാധനം. വാവേ നോക്കിയേ. എല്ലായിടത്തും ആക്കി ചെളിയാ. വായിലൊരു ചെളി ഉണ്ടാവില്ല. വാ കഴിയിട്ട് വരാം. എക്സ്പീരിയൻസ്? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ലേൻ്റെ പോട്രി ഈ സാധനം ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഉണ്ടാക്കാൻ. വിചാരിക്കുന്ന കണക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മുടെ ഒരു നാക്ക് വേണം. ലൈക്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേനെ ആ ഒരു ഇത് നമുക്ക് കിട്ടത്തുള്ളൂ. ഓടിപ്പോ എടുക്കാൻ പാടോ? ആൾച്ചാടി പോവാണ്. അപ്പൊ നമ്മൾ ചെയ്തത് നമ്മൾ 4 പിടി അടച്ചു. നാട്ടിൽ ഏകദേശം ഒരു 900 രൂപ 1000-നകത്ത്. വാവേ ഓപ്പൺ. എന്താ ഓപ്പൺ? അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് ഗൈസ്. അതെ ഇവിടെ ഫുള്ള് ചെളിയില്ല. നോക്കി ഫുള്ള് ചെളിയാ. അതെ തീ കത്തിക്കണ സാധനം. ഇത് കിഡ്സിന്റെ ആണ് കേട്ടാ. ചേട്ടാ കൂട്ടിയിട്ട് ചേട്ടാ. കുതിരയാ വാവേ. അയ്യോ ചാടി കറങ്ങിയാണ്. ഇനി അവന്റെ പുറകെ പോകും മിക്കവാറും. അതെ കോഴി. ഓ ഇഷ്ടംപോലെ കോഴി. ഓക്കെ നമ്മുടെ നാട്ടിലെ കോഴി. കൊറേ കോഴീനെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. പഴയ ടി വി ഇവിടെ എന്താണെന്ന് ഈ ചെളി തോണ്ടിയെടുത്താണ് ഇവരുണ്ടാക്കണേന്ന് തോന്നുന്നു. അതെ ഈ ചെളി തോണ്ടിയെടുത്ത സാധനങ്ങളുണ്ടായി. പഴയ ഒരു വില്ലേജ് പോലെ ഉണ്ടല്ലേ. ഇവിടെ കുറെ കുട്ടികളുടെ അടുത്ത് എനിക്ക് പിള്ളേരുടെ വർക്ക്ഷോപ്പ് പോലെ എന്തോ സംഭവം. പിള്ളേരുടെ പെയിന്റിങ് പഠിപ്പിക്കാനുള്ളതൊക്കെ ഉണ്ട്. മാവ് എന്താ പെയിന്റ് ചെയ്യുന്നത്? വെള്ളത്തിലാണോ പെയിന്റ് ചെയ്യുന്നത്? അവിടെ പല കളറിൽ പെയിന്റിംഗ് ഒക്കെ പെയിന്റ് ഒന്നുമില്ല, ചുമ്മാ വെള്ളത്തിൽ മുക്കി അടിക്കുന്നതാണ്. ചുമ്മാ വെള്ളത്തിൽ മുക്കി അങ്ങ് അടിക്കുകയാണല്ലേ അവര്. പക്ഷെ ലെഫ്റ്റ് ഹാൻഡ് ആണോ വാവേ? റൈറ്റ് ഹാൻഡ്. ഓ എന്ത് വേണം.
ഇവിടെ ആക്ച്വലി കിഡ്സിന് ഇവരിങ്ങനെ എന്താ പറയുക, ഇവിടെ വന്ന് കുട്ടികൾക്ക് അവിടെ പ്ലേ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അപ്പുറത്തെ സൈഡ്. പക്ഷേ വാവ തീരെ ചെറുതാണ് അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഇതൊക്കെ ഫീഡ് ചെയ്ത് ഇവിടെ കുറേ ടൈം ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ സാധനത്തിന് മാത്രം പേ ചെയ്താൽ മതി. വെള്ളം കോരിക്കുരി ഒഴിക്കണോ? താങ്ക് യു പറ. താങ്ക് യു, താങ്ക് യു. ലെറ്റ്സ് ഗോ. ആ അതെടുക്കാം. എങ്ങനെയാ എടുത്തു അതെടുത്തോ. എസ്കേപ്പ് ആവാം. മാവിക്ക് ഇത് തന്നാ? Can I take this one? Thank you. അത് തരാം. ഫുൾ അലമ്പാണോ? ഫുൾ വാവ ഒന്നും ഉറങ്ങിയിട്ടില്ല. തന്നെയാണ്. ഹലോ ഗായ്സ്, വി ആർ ബാക്ക്. ഹലോ പറ വാവേ. നമ്മള് വീട്ടിലെത്തി ചോറ് കഴിക്കണം അല്ലേ വാവേ? ചോറ് കഴിക്കാനാ വീട്ടിൽ പറയുമ്പോ പാല് 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 വിളിക്കുന്നു. എന്താ? പാലില്ല, ചോറ്. പാലല്ല, ചോറ്. ബോട്ടിൽ ഇതുകൊണ്ട്. ബോട്ടിൽ ബോട്ടിൽ ഇന്നലെ മേടിച്ച ബോട്ടിലാണ്. ഈ ബോട്ടിലാണ് വെച്ചിട്ടാണ് ഇപ്പൊ കിടന്ന് ഉറങ്ങുന്നത്. ഓപ്പൺ ഓപ്പൺ It's open, വാവേ. It's already open. Close. Open. പറ്റില്ല, വാനോട് പറ്റില്ല. You're not strong enough, വാവേ. Guys. വാവ എന്താണ് കഴിക്കുന്നതെന്നൊന്ന് കാണിക്കാവോ? വാവ കഴിക്കുന്നത് ചീരച്ചോറാണ്. തീർന്നു. ചീരച്ചോറ് കഴിഞ്ഞു പോയി. ഇന്നിവിടെ ചീരച്ചോറാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പം വാവ ഫിനിഷ് ചെയ്തു. ഗുഡ് ഗേൾ. ഫിനിഷ് ചെയ്തു വാവ. അപ്പൊ ഇന്ന് നമുക്ക് ഡിന്നറിന് ഞാൻ സാൽമൺ ആണ് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ നമ്മൾ ഷോർട്സ് ഇട്ടപ്പോഴത്തേക്കും കുറച്ച് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ട്രൈ ആയിരുന്നു. അപ്പോൾ ട്രൈ ഓക്കെ ആവുകയാണെങ്കിൽ നമ്മൾ റെസിപ്പി ചെയ്യാന്ന് കരുതിയിരിക്കുകയായിരുന്നു. ആൻഡ് യാ, ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോവാണ്. ഈശോയോട് പ്രാർത്ഥിക്കേ. ഈശോയെ അതിലാണ് പ്രാർത്ഥിക്ക. ഈശോപ്പാ ഞങ്ങളെല്ലാരെയും കാത്തോളണമേ. പറ ഈശോപ്പായേ നന്ദി. ഈശോപ്പായേ. നമ്മുടെ സാൽമൺ ഇത് എത്ര ഗ്രാം ഉണ്ട്? ഒരു 250 gram. നമുക്ക് ഇത്ര ഫുള്ളായിട്ട് എടുക്കണോ? രണ്ടായിട്ട് കട്ട് ചെയ്ത് വെക്കണം. രണ്ടായിട്ട് കട്ട് ചെയ്തായി. നമുക്ക് രണ്ടായിട്ട് ഇങ്ങനെ ഞാൻ സാൽമൺ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല, പക്ഷെ കഴിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് സാൽമൺ. പക്ഷെ എനിക്ക് സാൽമൺ പച്ചക്ക് കഴിക്കാൻ പറ്റത്തില്ല. 2 പീസ് ആക്കിയിട്ടുണ്ട്. വലുതേതോന്നു? ഇതാ വലുത്. രണ്ടും കണക്ക് തന്നെ. അയ്യോ, വലുത് നിനക്ക് എടുക്കേണ്ടിട്ടല്ലേ? ഓക്കെ, ഇനി നമുക്കിതിനെ സീസണിങ് ചെയ്യണം. സീസണിങ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അയ്യോ സീസണിങ് ഒന്നുമില്ല. ഇച്ചിരി പോലും ഉപ്പും ഒരു ഇച്ചിരി കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത്തിരി പോലും ഉപ്പ് ഇട്ടാൽ മതി. ഇതിൽ ഉപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഈ സാധനത്തിന്? കുറച്ച് ഉപ്പും നമുക്ക് വേണ്ടത് കുരുമുളകും. ഇനി നമുക്ക് പാൻ ചൂടായതിനു ശേഷം കുറച്ച് ബട്ടർ ഇട്ടിട്ട് ഈ സാൽമൺ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ് ഫ്രൈ ആണോ? ഡീപ് ഫ്രൈ ചെയ്ത് ചുമ്മാ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയും ബട്ടർ വേണോ? ചൂടായില്ല. കുഴപ്പമില്ല, ചൂടായിക്കോളും. ചൂടായി. ചുരുങ്ങുന്നുണ്ടോ അത്? പെട്ടെന്ന് കേറി ഒന്ന്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. പക്ഷെ ഇത് കുക്കാവാൻ വലിയ സമയമൊന്നും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ കുക്കായിക്കോളും.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള സോസ് പോലെ ഉണ്ടാക്കിയെടുക്കണം. കരിഞ്ഞു പോയോ? ഇല്ല, ചെറുതായിട്ടൊന്ന് ചെയ്യായിരുന്നു. തീ എൻ്റെ ഇച്ചിരി കൂടുതലായിപ്പോയി. ഇത് ചെറിയൊരു തീ വെച്ചിട്ട് ചെയ്താൽ മതി. ഈ ലോകത്തിലുള്ള എല്ലാ അണുക്കളും ഈ ബ്ലാങ്കറ്റിനകത്ത് കാണും. എനിക്ക് അറിയത്തില്ല. എനിക്ക് വാവ ഈ ബ്ലാങ്കറ്റ് കൊണ്ട് അല്ലാതെ വാവ നടക്കത്തില്ല. ബ്ലാങ്കറ്റ് വേണം. ബ്ലാങ്കറ്റ് എപ്പോഴും ബ്ലാങ്കറ്റ് ബോട്ടിൽ. വാവ എനിക്ക് കണ്ണാവാ. വാവ റൂമിൽ പോയി കിടക്ക്. വാ എനിക്ക് ഇത് എനിക്ക് കണ്ണാവാ. നമ്മുടെ സാൽമൺ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതില് നമ്മളൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവേ. കാണാൻ തന്നെ അടിപൊളിയല്ലേ? ഇനി പക്ഷെ കൊറേ ആൾക്കാർക്ക് സാൽമൺ ഇഷ്ടമല്ല, അതറിയോ? ആദ്യം പറഞ്ഞു, എനിക്കറിയത്തില്ല. ഞാൻ ഈ സാൽമൺ കഴിക്കുന്നത് ഇവിടെ വന്നിട്ടാണ്, ഫ്ലൈറ്റിൽ പോകുന്നത്. നമ്മുടെ നാട്ടിൽ കിട്ടും ഈ സാധനം? ആ കിട്ടുമല്ലോ. നാട്ടിലെ കടലുണ്ടോ? അതെനിക്കറിയത്തില്ല. ഓക്കെ, നമുക്ക് ഇച്ചിരിയും കൂടെ ബട്ടർ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് ഗാർലിക്. തീ കുറഞ്ഞു പോയി. തീ വെക്കാൻ മറന്നുപോയി. തീ ആവണതേ ഉള്ളൂ. വാവ സാൽമൺ നോക്കി വാ വിളിക്കാൻ. ചിക്കനാ? ചിക്കൻ അല്ല മിമ്മി. ഫിഷ്. ചിക്കൻ അല്ല വാവ, അത് ഫിഷ് ആണ്. ഫിഷ് മിമി. ഞങ്ങൾക്കിപ്പോ എന്ത് കണ്ടാലും അത് ചിക്കനാണ്. ചിക്കൻ അല്ല വാവ, മിമി. തീ ഇല്ലേ ഇതില്? ഗാർലിക് കണ്ടാ ഉറക്കം വരുന്നത്, എന്താ കിടന്ന് ഉറങ്ങരുത്. ചിക്കൻ വിഴുകാൻ വേണ്ടി ഇരിക്കാണ്. കള്ളി വാവ. കള്ള നോക്കിയാണ്. കള്ള നോട്ടം നോക്കിയാണ്. എന്നിട്ട് നമുക്ക് ഈ ഉള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയാണോ വലിയ ഉള്ളിയാണോ? നിങ്ങൾ താങ്കൾ റെസിപ്പിയാണ് വിടുന്നത്, അപ്പൊ ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് പറയണം, മനസ്സിലായ? സവാള ഒരു ഇച്ചിരി പോലും സവാള അരിഞ്ഞിട്ടിരുന്നാ മതിയേ. ചുമ്മാ വാരി പറക്കി ഇട്ടിട്ട് അങ്ങ് പോവാണ്. എന്നിട്ട് സാലമൺ ഉണ്ടാക്കണം. ഇച്ചിരി ഇട്ടാ മതി. ഇച്ചിരി കൂടെ ഇട്ടിട്ട് നമുക്ക് അതിനെ നന്നായിട്ട്. എനിക്ക് ഈ ബട്ടറിൽ ഗാർലിക് ഇടുമ്പോ ഒരു മണമുണ്ട്. അയ്യോ എന്റെ സാറേ, ആ മണം സൂപ്പറാണ്. എനിക്ക് ആ മണം ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളി കണ്ടോ, അത് ഒരുവിധം ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ ഒന്നും ആവണ്ട, ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ വന്നു. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്ക് ഫ്രഷ് ക്രീം, കുക്കിംഗ് ക്രീം, നമ്മൾ ഫ്രഷ് കുക്കിംഗ് ക്രീം അത് ഒഴിക്കുകയാണ്. മതി. ഞാനൊക്കെ കുറച്ചുകൂടി ഒഴിക്കാം. പാലിന്റെ കളറാണ് ചായ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇടണം. ഇത് ചായ അല്ല വാവേ, ഇത് ക്രീമാണ്. ചായ അല്ലട കണ്ണ, ഇത് നമ്മള് ഫിഷിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിട്ടാണ്. മിമ്മിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിട്ടാണ്. മിമ്മി. അതിങ്ങനെ കുറുകി വരും. അത് ഇച്ചിരി ഇങ്ങനെ ചൂടാവുമ്പോ ഇങ്ങനെ കുറുകി ഇങ്ങനെ വരും. പക്ഷെ ഉറങ്ങത്തില്ല, ഈ സാധനം തിന്നാതെ ഉറങ്ങത്തില്ല. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പെപ്പർ, കുരുമുളക് പൊടി ഇടണം. ഇതിനോട് നമ്മൾ എന്താണ് കഴിക്കാൻ എടുക്കുന്നത്? അതറിഞ്ഞൂടാ ഗൈസ്, എനിക്കിത് ഉണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. ഇതിന്റെ കൂടെ എന്ത് കഴിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല. നമ്മളിപ്പോ എന്താ ഉണ്ടാക്കാൻ പോണേ? നമ്മള് ഇച്ചിരി അപ്പത്തിന്റെ മാവുണ്ടോ, നമുക്ക് ഇച്ചിരി അപ്പം കൂടെ കൂട്ടി കഴിക്കാം. കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. ചിക്കൻ നമ്മുടെ വീട്ടിലിപ്പോ അപ്പത്തിന്റെ മാവേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ ഇനി ഇതിന്റെ കൂടെ കുറച്ച് അപ്പമായിട്ട് കഴിക്കും. ഇനി നമുക്ക് ഇതില് കുറച്ച്
ലെമൺ സ്ക്വീസ് ചെയ്ത് ഒഴിക്കാം. ഒരു ഒരു 2 ടേബിൾ. നാരങ്ങായിട്ട് കുടിക്കാം. പിന്നെ ഇതിൻ്റെ കൂടെ ആക്ച്വലി നിങ്ങൾക്ക് ചീസ് ഇടാം. ഇന്ന് നമുക്ക് ചീസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചീസ് ചേർക്കുന്നില്ല. ചീസ് ഉള്ളവർ ഇതിൻ്റെ കൂടെ കുറച്ച് ചീസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പൊളിക്കും. ചീസ് വേണോ? വാവയ്ക്കാണോ? വാവ ഉറങ്ങുന്നില്ലേ? ചിക്കൻ കഴിച്ചിട്ട് ഉറങ്ങുള്ളൂ. ബോട്ടിലാ? ബോട്ട് ബോട്ട് ഗൈസ്, അപ്പൊ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ കൂടെ കുറച്ച് ഓർഗാനും കൂടെ ടോപ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ. ടേസ്റ്റ് നോക്കട്ടെ ഞാൻ ഇച്ചിരി. കുറച്ചെനിക്ക് കൊള്ളാല്ലേ? ഞാൻ വിചാരിച്ചതിനേക്കാളും ടേസ്റ്റ് ഉണ്ട്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇതിങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഫിഷ് നമ്മുടെ മിമ്മി വാവ പോയാ ബ്ലാങ്കറ്റ് എടുത്തിട്ട്? വാവേ മിമ്മി റെഡി. നമ്മുടെ മിമ്മി ഇതിന്റെ പുറത്തുകൂടെ വെക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് ചീസ് അല്ലല്ലോ ഈ സാധനം, ഇതിന് പുറത്ത് പോകണം. Wow, it looks so nice. മിമ്മീന്ന് കേട്ടപ്പോ ഓടി ഒന്നും ഉണ്ടോ? ബ്ലാങ്കറ്റ് ആണ് ഉദ്ദേശിക്കുന്നത് ഗൈസ്, നിങ്ങൾ വേറെ ഒന്നും ഉപയോഗിക്കല്ലോ. ഇനി നമുക്ക് ഇതിലൂടെ കഴിക്കാനുള്ള അപ്പം ഉണ്ടാക്കാം. കൊള്ളാവോ? ചിക്കൻ ഗായ്സ്, അങ്ങനെ ഫസ്റ്റ് അപ്പം നമ്മൾ ചട്ടിയിലിട്ട് കറക്കിയെടുത്തു. അപ്പവും എവിടത്തെ കോമ്പിനേഷൻ ആണെന്ന് എനിക്ക് അറിയത്തില്ല, തോന്നുന്നു. വാവ ഇപ്പോഴും ഉറങ്ങാതെ മിമ്മിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. സോ ദി അപ്പം ആൻഡ് സാൽമൺ ഈസ് റെഡി. നമ്മൾ ഒരു വിയേർഡ് കോമ്പിനേഷൻ ആണെന്ന് ചിലപ്പോൾ തോന്നും കാണുന്നവർക്ക്, പക്ഷേ ക്രീം ഉള്ളതുകൊണ്ട് അപ്പമായിട്ട് കഴിക്കാം. കാരണം നമ്മൾ അപ്പവും മറ്റെന്തോ സ്റ്റൂ ഒക്കെ കഴിക്കുന്നല്ലേ. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. How is it? കിടിലാണോ? കൊള്ളാവോ വാവേ? കൊള്ളാവോ മിമ്മി? കൊള്ളാവോ? തന്നെ കുത്തി കഴിച്ചോളാം. ഇപ്പൊ നിങ്ങൾ പറയും ഇത്രയും വലിയ ഈ പോക്കൊന്നും കുട്ടിയുടെ കയ്യിൽ കൊടുക്കരുത്, കണ്ണിലൊക്കെ കൊള്ളത്തില്ലേ എന്ന്. വാവ ഇത് വെച്ച് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ. വാവയുടെ ചെറിയ സ്പൂണ് പോക്കൊന്നും കൊടുത്താൽ വാവയ്ക്ക് വേണ്ട. ഇത് വെച്ചാണ് ഇത് വെച്ച് കഴിക്കാനാണ് വാവയ്ക്ക് ഇഷ്ടം. എന്റെ അമ്മേ, വാവ എങ്ങനെയുണ്ട് മിമ്മി? How is it, Vaave? Must try ആണ്. അപ്പവും സാൽമനും. ഇതെന്താ പറയുന്നത്? ഇതിനെന്താ പേര്? സാൽമൺ അല്ല, സാൽമൺ ഗാർലിക് സോസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
ഞാൻ ഇത്രയും ടേസ്റ്റ് ഇതിൽ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആക്ച്വലി ഞാൻ അന്ന് ഉണ്ടാക്കിയതിനേക്കാളും ഇത് ടേസ്റ്റ് ഉണ്ട് അല്ലേ? അന്ന് ഉണ്ടാക്കിയതിനേക്കാളും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ആക്ച്വലി ഈ സാൽമൺ ഇതിൻ്റെ കൂടെ നമ്മൾ മറ്റേ ആസ്പെറാഗസും അതൊക്കെ കഴിക്കുമ്പം അതൊക്കെ ചേർക്കുമ്പോഴായിരിക്കും ടേസ്റ്റ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അതൊന്നും കഴിച്ച് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ അപ്പം നമ്മുടെ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. സോ അപ്പൊ ഇന്നത്തെ ഡേ ഞങ്ങൾ നല്ല രീതിക്ക് എൻജോയ് ചെയ്തു, നിങ്ങളും ഞങ്ങളുടെ കൂടെ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ്. ചുമച്ചിട്ട് അവിടെ തട്ടേ, ആരും മൈൻഡ് ചെയ്യാത്തോണ്ട്. സോ നമ്മുടെ ചിക്കൻ കഴിച്ചോ. സോ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അത്രയേ ഉള്ളൂ. ബൈ പറ. ഉമ്മോട് ഒരു ഫ്ലൈങ് കിസ് കൊടുക്കോ.